ഗ്രൂപ്പിലൊന്ന് എല്ലാവരോടും ജോയിൻ ചെയ്യാൻ വേണ്ടി പറയണേ. ഹായ് ഓൾ, ഗുഡ് ആഫ്റ്റർനൂൺ ആൻഡ് വെൽക്കം. നമ്മള് ഫസ്റ്റ് ഇയറിന്റെ റിവിഷൻ സീരീസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. ഇന്ന് ഞാൻ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള, സയൻസ് ബേസ് ഇല്ലാത്തവർക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു സബ്ജക്ട് കൂടിയാണ് BPCC 102 ബയോസൈക്കോളജി എന്ന് പറയുന്നത്. വെറും 6 ചാപ്റ്റർ മാത്രമാണ് നിങ്ങൾക്ക് പഠിക്കാൻ. നിങ്ങൾ കോണ്ടന്റ് ഭയങ്കര വാസ്റ്റ് ആയിട്ടാണ് ഉള്ളത്. എഴുതിയ മാർക്ക് കിട്ടണമെങ്കിൽ ഈ ഒരു വിഷയത്തിൽ മാത്രം നമുക്ക് എന്ത് ചെയ്യണം, കുറച്ച് കാര്യങ്ങൾ ബൈഹാർട്ടായിട്ട് പഠിക്കണം. ബിക്കോസ് എന്താണ്, ടെക്നിക്കൽ ടേംസ് ആണ് അധികവും വരുന്നത്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മെയിൻ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നും ആ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് നമ്മൾ എഴുതി ഫലിപ്പിക്കേണ്ടത് എന്നുമാണ്. എനിക്ക് ബയോസൈക്കോളജിക്കൊക്കെ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റാറുണ്ടായിരുന്നു. ഏകദേശം ഒരു എന്താ പറയാ, നല്ല രീതിക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റാറുണ്ടായിരുന്നു കേട്ടോ. ഈവൻ ഒരു internal examination, I will show you the way I used to write in my degree. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഇതെന്റെ ഒരു ആൻസർ ഷീറ്റ് ആണ്. അത് നമുക്ക് ഫസ്റ്റ് ഇത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആണ് കേട്ടോ. അപ്പം ഇത് ഇന്റേണൽസ് ആണ്. അപ്പൊ ഫസ്റ്റ് നമുക്ക് 1 വേർഡ് ആണ്, പിന്നെ 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് വരാറുള്ളത്. അപ്പൊ ഞാൻ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഒന്ന് ആ ഒരു ക്വസ്റ്റ്യൻ എടുത്തെഴുതി ഒന്ന് അണ്ടർലൈൻ ചെയ്യും. പിന്നെ അതിൽ ഏതെങ്കിലും ഇമ്പോർട്ടന്റ് വേർഡോ അല്ലെങ്കിൽ ടെക്നിക്കൽ സാധനം ഉണ്ടെങ്കിൽ ഞാൻ അതൊന്ന് പെൻസിൽ വെച്ച് അണ്ടർലൈൻ ചെയ്യും. ഇതാണ് ഫസ്റ്റ് ഉള്ള കാര്യം. ഇനിയിപ്പം പിക്ചർ ഉൾപ്പെട്ടിട്ടുള്ളത്, എനിക്ക് ആകെ പിക്ചർ ഉൾപ്പെട്ടിട്ടുള്ളത് ഒന്ന് BPCC 102 അപ്പൊ പിക്ചർ ഉൾപ്പെട്ടിട്ടുള്ള നിങ്ങൾ കാണുന്നുണ്ടെന്ന് വിചാരിക്കും. സിനാപ്സ് നിങ്ങൾക്കുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ സൈഡ് ഹെഡിങ്സ് ഒക്കെ എടുത്തെഴുതി ആ കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് അങ്ങനെയാണ് എഴുതി. പിക്ചർ ഉണ്ടെങ്കിൽ ഞാൻ ആ പിക്ചറും കൂടി ഉൾപ്പെടുത്താറുണ്ട്. അപ്പൊ നിങ്ങൾ നോക്കുന്നത് ഒരു 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 5 മാർക്ക് ക്വസ്റ്റ്യൻ ആയിരുന്നു സിനാപ്സ് 5 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ട് പോലും എനിക്ക് 4 മാർക്ക്, വിത്ത് പിക്ചർ ഇത്രയും ആയിട്ട് എഴുതിയിട്ട് പോലും എനിക്ക് 4 മാർക്കാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, അത്രയും എഴുതിയാൽ മാത്രം ബയോസൈക്കോളജിയിൽ നമുക്ക് മാർക്സ് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പം ന്യൂറോൺ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്കും വന്നിട്ടുണ്ട്, നമുക്കൊക്കെ പഠിക്കാറുണ്ടായിരുന്നത് ന്യൂറോൺ വളരെ ഡീറ്റെയിൽ ആയിട്ട് 10 മാർക്ക് ക്വസ്റ്റ്യൻ ആട്ടോ. വളരെ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ട് പിക്ചർ വരച്ചിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ളത് 7 മാർക്കാണ്. കണ്ടന്റ് കുറവായിരുന്നു, അന്ന് അത്രേ പഠിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ മനസ്സിലാക്കുന്ന കാര്യം, എവറി ഡീറ്റെയിൽ എഴുതിയാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റാം. ഇപ്പൊ നെർവസ് സിസ്റ്റം ഒക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഇതുപോലെ ഒരു ഫ്ലോ ചാർട്ട് ഒക്കെ വരച്ചു വെച്ചിട്ട് എഴുതുകയാണെങ്കിൽ ടീച്ചേഴ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഇംപ്രസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് തന്നെ കുറച്ച് ഫ്ലോ ചാർട്ട്സ് ഒക്കെ ഞാൻ നിങ്ങൾക്കായിട്ട് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് എടുക്കേണ്ട ഒരു ഫ്ലോ ചാർട്ടാണ് ദിസ് വൺ, ഡിവിഷൻസ് ഓഫ് ബ്രെയിൻ. എപ്പോഴും വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഡിവിഷൻസ് ഓഫ് ബ്രെയിൻ. അതിൽ നിന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഒരു ഫ്ലോ ചാർട്ട് നിർബന്ധമായി പഠിക്കുകയും ഈ ഒരു ഫ്ലോ ചാർട്ടിലുള്ള കാര്യങ്ങൾ എക്സാമിന്, അതായത് ഈ ഒരു ഫ്ലോ ചാർട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഏത് ക്വസ്റ്റ്യൻ വന്നാലും ഈ ഫ്ലോ ചാർട്ട് നമുക്ക് ആൻസർ ആയിട്ട് എഴുതി വെക്കാവുന്നതാണ്. ഡിവിഷൻസ് ഓഫ് ബ്രെയിൻ. ബ്രെയിനെ 3 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഫോർ ബ്രെയിൻ, മിഡ് ബ്രെയിൻ, ഹൈൻഡ് ബ്രെയിൻ. അപ്പൊ ഫോർ ബ്രെയിനിലാണെങ്കിൽ 2 പാർട്സ് ആണ് വരുന്നത്. മിഡ് ബ്രെയിനിൽ ഒരെണ്ണമുള്ള, ഹൈൻഡ് ബ്രെയിനിലേക്ക് വരുമ്പോൾ 2 പാർട്സ് ആണ്. ഫോർ ബ്രെയിനിൽ ടീലെൻസെഫാലോണും ഡയൻസെഫാലോണാണ്. ടീലെൻസെഫാലോണുള്ള പാർട്സ് ആണ് സെറിബ്രൽ കോർട്ടെക്സ്, ബേസൽ ഗാംഗ്ലിയ, ലിംബിക് സിസ്റ്റം. ഡയൻസെഫാലോണിലേക്ക് വരുമ്പോഴേക്കും തലാമസും ഹൈപ്പോതലാമസും ആണ് വരുന്നത്. കമ്മിങ് ടു മിഡ് ബ്രെയിൻ, മീസെൻസെഫാലോൺ മാത്രമാണുള്ളത്. അതിലുള്ള പാർട്സ് ആണ് ടെക്ടോ, ടെഗ്മെന്റോ. Coming to hindbrain, മെറ്റാൻസെഫാലോണും മൈലിൻസെഫാലോണാണ് വരുന്നത്. മെറ്റാൻസെഫാലോണാണ് സെറിബെല്ലും പോൺസും എങ്കിൽ മൈലിൻസെഫലിനില് മെഡ്ലെ ഒബ്ലോങ്ങട്ട മാത്രമാണ് ഉള്ളത്. അപ്പൊ ഇതിൽ ഏത് ക്വസ്റ്റ്യൻ, മിഡ് ബ്രെയിൻ മാത്രം ചോദിക്കുകയാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ഫ്ലോ ചാർട്ട് വരച്ചു വെക്കാം. ഡിവിഷൻസ് ഓഫ് ബ്രെയിൻ ചോദിക്കുകയാണെങ്കിലും അത് നമുക്ക് ടീച്ചേഴ്സിനെ കുറച്ച് ഇംപ്രസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി നോക്കിക്കേ, ലോബ്സ് ഓഫ് ദി ബ്രെയിൻ. ഇതും ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ലോബ്സ് ഓഫ് ദി ബ്രെയിൻ എന്ന് പറയുന്നത് നമുക്ക് മെയിൻ ആയിട്ട് 4 ലോബ്സ് ആണ്, പക്ഷെ നിങ്ങളിൽ ഇൻസുലെ കൂടി അതിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ ഫ്രണ്ടൽ ലോബ്, ടെമ്പോറൽ ലോബ്, പറൈറ്റൽ ലോബ്, ഒസിപിറ്റൽ ലോബ്, ഇൻസുല, ഇത്രയും ലോബ്സ് ആണ് ബ്രെയിനിൽ വരുന്നത്. ഫ്രണ്ടൽ ലോബ് ആണെങ്കിൽ 3 ഏരിയാസ് ആണ് ഉള്ളത്. പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ്, പ്രീ സെൻട്രൽ ഗൈറസ്, ബ്രോക്കസ് ഏരിയ. ഈ പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സിൽ സെൻസറി ഇൻഫർമേഷൻസ് ആണ്. കാഴ്ച, കേൾവി, മണം, അതുപോലെ ടച്ച്, പ്രഷർ, നമ്മുടെ സ്കിന്നുമായി ബന്ധപ്പെട്ട സെൻസേഷൻസ്, ടേസ്റ്റ്. അപ്പൊ ഇങ്ങനെ സെൻസറി ഇൻഫർമേഷൻസ് ആണ് പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ് കൈകാര്യം ചെയ്യുന്നതെങ്കിൽ പ്രീ സെൻട്രൽ ഗൈറൻസ് മോട്ടോർ ഫങ്ഷൻസ് ആണ്. ബട്ടർ ഇടുക, ഓടുക, ചാടുക, സ്പൂൺ കൊണ്ട് ഭക്ഷണം കഴിക്കുക, എഴുതുക, മോട്ടോർ ഫങ്ഷൻസ് ആണ്. ബ്രോക്കസ് ഏരിയസ് കംപ്ലീറ്റ്ലി ഡിഫൈൻഡ് ഫോർ ലാംഗ്വേജ് ഫങ്ഷൻ, ഫ്ലുവൻസി, സ്പീച്ച്, സംസാരിക്കാനൊക്കെ സാധിക്കുന്നത് ബ്രോക്കസ് ഏരിയ ആയിട്ടാണ്. ഇനി ബ്രോക്കസ് ഏരിയക്ക് ഒരു തട്ട് കൊടുത്തു കഴിഞ്ഞാൽ
സ്പീച്ചിൽ ഫ്ലുവൻസി ഒക്കെ നഷ്ടപ്പെടും. ഈ ആക്സിഡന്റ് ഒക്കെ കഴിഞ്ഞവര് ഫ്ലുവൻസി നഷ്ടപ്പെടുന്നത്, തലക്കടിയേറ്റവരൊക്കെ ഫ്ലുവൻസി നഷ്ടപ്പെടുന്നതൊക്കെ ബ്രോക്ക ഏരിയക്ക് ബുദ്ധിമുട്ട് വന്നിട്ടാണ്. ഈ ടെമ്പോറൽ ലോബ് ആണെങ്കിൽ ലാറ്ററൽ സൾസസ് ഉണ്ട്, ട്രാൻസ്വേഴ്സ് ഗൈറസ് ഉണ്ട്, പിന്നെ വിഷൻ, മൂവ്മെന്റ്, പെർസെപ്ഷൻ, ഫേഷ്യൽ റെക്കഗ്നീഷൻ ഒക്കെ വരുന്നുണ്ട്. വെർണിക് ഏരിയ ഉണ്ട്. വെർണിക് ഏരിയ കോംപ്രിഹെൻഷൻ ആണ് മെയിൻ ആയിട്ടും ഫോക്കസ് ചെയ്തത്. എന്താണ് കോംപ്രിഹെൻഷൻ? അർത്ഥം മനസ്സിലാവുക. ഞാനിപ്പോ സംസാരിക്കുന്നതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാവാൻ കാരണം നിങ്ങളുടെ വെർണിക് ഏരിയ ഫംഗ്ഷൻ ചെയ്തിട്ടാണ്. നമ്മൾ പഠിച്ച ലാംഗ്വേജിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാവുന്നത് വെർണിക് ഏരിയ ഫംഗ്ഷൻ ചെയ്തിട്ടാണ്. ടെമ്പോറൽ ലോബിൽ ലാറ്ററൽ സൾസസ് എന്താ ചെയ്യുന്നത്? ടെമ്പോറലിനെയും അതർ ലോബ്സിനെയും ഡിസ്ട്രിബ്യൂഷൻ ആക്കുന്നത് ലാറ്ററൽ സൾസസ് ആണ്. അതായത് മറ്റു ലോബുകളിൽ നിന്ന് ടെമ്പോറൽ ലോബിനെ വേർതിരിച്ചൊരു ബൗണ്ടറി പോലെ വെച്ചിരിക്കുന്ന ലാറ്ററൽ സൾസസ് ആണ്. ട്രാൻസ്വേഴ്സ് ഗൈറസ് എന്താണ്? പ്രൈമറി ഓഡിറ്ററി ആൻഡ് ലാംഗ്വേജ് ഫങ്ഷൻസ്. പ്രൈമറി ആയിട്ടുള്ള ഓഡിറ്ററി ആയിട്ടുള്ള ലാംഗ്വേജ് ആയിട്ടുള്ള ഫങ്ഷൻസ് ഒക്കെ കൈകാര്യം ചെയ്യുന്ന ട്രാൻസ്വേഴ്സ് ഗൈറസ് ടെമ്പോറൽ ലോബില്. പിന്നെ വിഷന്റെ, മൂവ്മെന്റ്, പെർസെപ്ഷൻ, ഫേഷ്യൽ, മറ്റുള്ളവരുടെ ഫേസ് ഒക്കെ റെക്കഗ്നൈസ് ചെയ്യാൻ നമുക്ക് പറ്റുന്ന ടെമ്പോറൽ ലോബ് കാരണമാണ്. ടെമ്പോറൽ ലോബിൽ എന്തെങ്കിലും അപകടം സംഭവിച്ചാലും ഡാമേജ് സംഭവിച്ചാൽ നമുക്ക് ഫേസ് റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. പിന്നെ നാലാമത്തെ ഒരു ഏരിയ വേർണിക്സ് ഏരിയ ആണ്. ലാംഗ്വേജിന്റെ അർത്ഥം മനസ്സിലാക്കാം എന്നുള്ളതാണ്. മൂന്നാമത്തെ ലോബാണ് പറൈറ്റൽ ലോബ് എന്ന് പറയുന്നത്. പോസ്റ്റ് സെൻട്രൽ ഗൈറസ് ആണ് ഒരു പാർട്ട്. അത് പ്രൈമറി സൊമാറ്റോ സെൻസറി കോർട്ടക്സ്. സൊമാറ്റോ എന്ന ബോഡിയുടെ സെൻസേഷൻസ് പ്രൈമറി ആയിട്ട് മനസ്സിലാക്കാൻ. ഒരു ഉള്ളു കിട്ടിയാല്, പിച്ച് കിട്ടിയാല്, അല്ലെങ്കിൽ ഒരു എന്താ പറയാ, ഒരു ചൂടുള്ള പ്രതലത്തിൽ നമ്മൾ തൊട്ടുപോയാൽ കൈ വലിക്കുന്നത്, ഇതൊക്കെ അതായത് ഒരു സൊമാറ്റോ ആയിട്ട് ബോഡിയുടെ സെൻസറി കോർട്ടക്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് പറൈറ്റൽ ലോബിലെ പോസ്റ്റ് സെൻട്രൽ ഗൈറസ് ആണ്. പിന്നെ സെൻസേഷൻ ഓഫ് ടച്ച്, മസിൽ സ്ട്രെച്ച് ചെയ്യുക, ഇങ്ങനെയൊക്കെ ആക്കുമ്പോഴുള്ള സാധനം, അതിന്റെ റിസപ്റ്റേഴ്സ്, ടച്ച് ആൻഡ് ബോഡി സെൻസേഷൻ ഒക്കെയാണ് പറൈറ്റൽ ലോബ് നോക്കുന്നെങ്കിൽ, ഓസിപിറ്റൽ ലോബ് പേര് പറയുന്ന പോലെ തന്നെ വിഷ്വൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്, വിഷ്വൽ ഇൻഫർമേഷൻ പ്രോസസിംഗ് ആണ് ഓസിപിറ്റൽ ലോബ് നോക്കുന്നത്. ഈ ഓസിപിറ്റൽ ലോബിൽ ഒരു ഏരിയ ആണ് ബ്രോഡ്മാൻ ഏരിയ, വിഷ്വൽ കോർട്ടക്സ് ആണ്, പ്രൈമറി വിഷ്വൽ കോർട്ടക്സ് ആണ്. നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും, ടെമ്പോറൽ ലോബ് പ്രൈമറി ഓഡിറ്ററി കോർട്ടക്സ് ആണെങ്കിൽ പറൈറ്റൽ ലോബ് പ്രൈമറി സൊമാറ്റോ സെൻസറി കോർട്ടക്സ് ആണ്, ഓസിപിറ്റല് പ്രൈമറി വിഷ്വൽ കോർട്ടക്സ് ആണ്. ഇനി ഇൻസുല എന്ന് പറഞ്ഞ ലോബും കൂടി ഹിഡൻ ആണ്. നമ്മൾ പുറത്ത് നോക്കിയാൽ ഇൻസുല കാണില്ല, ഹിഡൻ ഫ്രം വ്യൂ. വിഷൻ നോക്കുന്നുണ്ട്, വിഷൻ, കോർട്ടിക്കൽ ബ്ലൈൻഡ്നെസ്, അതായത് പെർസീവ് ചെയ്യാതിരിക്കാനൊക്കെ, അതായത് ഒരു ബ്ലൈൻഡ്നെസ്സിനൊക്കെ കാരണമാവുന്നത് ഈ ഇൻസുലയാണ്. പിന്നെ കോൺഷ്യസ്നെസ്, ഇമോഷനെ റെഗുലേറ്റ് ചെയ്യാൻ, അതായത് കോൺഷ്യസ്നസ് ഇമോഷനെയൊക്കെ റെഗുലേറ്റ് ചെയ്യുന്ന, ഹോർമോൺസിനെ റെഗുലേറ്റ് ചെയ്യുന്ന ഒരു ഏരിയ ആണ് ഇൻസുല എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ വലിയ ഒരു ഡെഫിനേഷനും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഫ്ലോ ചാർട്ടിൽ കൂടെ നമ്മൾ സിമ്പിൾ ആക്കിയിട്ട് ഉള്ളത്. 5 ലോബുണ്ട്: ഫ്രണ്ടല്, ടെമ്പോറൽ, പറൈറ്റൽ, ഓസിപിറ്റൽ, ഇൻസുല. ഈ ഫ്ലോ ചാർട്ട് പഠിച്ചെങ്കിൽ ഏതൊക്കെ ഏരിയാസ് ഉണ്ടെന്നും കൃത്യമായിട്ട് നമുക്ക് എഴുതാൻ വേണ്ടി. ഓക്കെ ആണോ? ഓക്കെ ആണോ? പറഞ്ഞ എല്ലാരും ഓക്കെ ആണോ എന്ന് പറയാമോ? ഓക്കെ ആണ് മാം. വെരി ഗുഡ്, വെരി ഗുഡ്. ഇനി നമ്മൾ എടുക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ സ്റ്റഡി പ്ലാൻ ആണ്. ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ സ്റ്റഡി പ്ലാനുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പൊ നോക്കിക്കേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത് റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ ദ ഫോളോയിങ് ആണ്. ന്യൂറോ ഇമേജിംഗ് ടെക്നിക്സ് എന്താണെന്ന് 5 മാർക്കിന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ന്യൂറോ ഇമേജിംഗ് ടെക്നിക്സ് 5 മാർക്കിന് ചോദിക്കുന്ന സമയത്ത് കാണിച്ചു തരാം. അതായത് ഇവിടെ മെത്തേഡ്സ് ടു സ്റ്റഡി ബയോസൈക്കോളജിയുടെ അണ്ടറിലാണ് ഇതൊക്കെ വരുന്നത്. ഏത്? അബ്ലേഷൻ മെത്തേഡ് ഉണ്ട്, അതുപോലെ സൈക്കോ ഫിസിയോളജിക്കൽ റെക്കോർഡിംഗ് മെത്തേഡ് ഉണ്ട്, ഇലക്ട്രിക്കൽ സ്റ്റിമുലേഷൻ ഉണ്ട്, കെമിക്കൽ സ്റ്റിമുലേഷൻ ഉണ്ട്, സ്റ്റീരിയോടാക്സിക് ലെഷൻ ഉണ്ട്, ന്യൂറോ ഇമേജിംഗ് മെത്തേഡ് ഉണ്ട്, ന്യൂറോ സൈക്കോളജിക്കൽ അസസ്മെന്റ് ഉണ്ട്. ഇത്രയുമാണ് വരുന്നത്. അപ്പൊ നമുക്കൊരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് എന്താണ് ബയോസൈക്കോളജി എന്ന് ഒരു പോയിന്റ് എഴുതി വെക്കാം. എന്താണ് ബയോസൈക്കോളജി? ബയോസൈക്കോളജി എന്താണ് ശരിക്കും?
The biological approach to study of human and animal behavior is known as biopsychology. അതായത് ഒരു ആനിമൽ ബിഹേവിയറിനെയും ഹ്യൂമൻ ബിഹേവിയറിനെയും ബയോളജി ബേസിസിൽ പഠിക്കുന്ന സൈക്കോളജിയുടെ വിഭാഗമാണ് biopsychology. Okay, biopsychologists try to investigate scientifically how biological process interact with the cognition. അതായത് ശരീരവും കോഗ്നിഷനുമായിട്ട് എങ്ങനെ ഇന്ററാക്ട് ചെയ്യുന്നു, ഇമോഷനുമായിട്ട് എങ്ങനെ ഇന്ററാക്ട് ചെയ്യുന്നു, സൈക്കോളജിക്കൽ പ്രോസസ്സുമായിട്ട് അതർ സൈക്കോളജിക്കൽ പ്രോസസ്സുമായിട്ട് എങ്ങനെ ബോഡിയുമായിട്ടുള്ള കണക്ഷൻ പഠിക്കുന്ന സൈക്കോളജി, അതായത് മൈൻഡും ബോഡിയും തമ്മിലുള്ള ബന്ധം സയന്റിഫിക്കലി പഠിക്കുന്ന ഒരു വിഭാഗമാണ് ബയോസൈക്കോളജി. ഒരു പോയിന്റ് എഴുതി വെക്കാം. അതിനുശേഷമാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, there are several methods to study biopsychology എന്ന് എഴുതി വെച്ചിട്ട് ദേ ആർ എന്ന് പറഞ്ഞിട്ട് അബ്ലേഷൻ മെത്തേഡ് ഉണ്ട്, അതുപോലെ ന്യൂറോ കെമിക്കൽ ഒക്കെ ഉണ്ട്. എല്ലാത്തിന്റെയും പേരുകൾ എഴുതി വെച്ച ശേഷം മൂന്നാമത്തെ പോയിന്റ് ആയിട്ട് നമ്മുടെ ചോദിച്ച ക്വസ്റ്റ്യൻ എടുത്തെഴുതാം. ഏതായാലും നമ്മുടെ ചോദിച്ച ക്വസ്റ്റ്യന് നമ്മുടെ ന്യൂറോ ഇമേജിംഗ്. ഓക്കെ, ബ്രെയിൻ ഇമേജിംഗ് ഇസ് നോൺ ആസ് ന്യൂറോ ഇമേജിംഗ്. ബ്രെയിനിന്റെ ഇമേജ് എടുത്ത് ബ്രെയിനിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതിനെയാണ് ന്യൂറോ ഇമേജിംഗ്. Structural imaging methods are used to image the structure of the brain. ആണോ, സ്ട്രക്ചർ ഓഫ് ദി ബ്രെയിനിന്റെ ഇമേജ് എടുത്തിട്ടുണ്ട് ബ്രെയിനിനെ പഠിക്കുന്ന വിഭാഗമാണ് ന്യൂറോ ഇമേജിംഗ്. These procedures help to diagnose any injury or disease in the brain as tumors. ഇഞ്ചറിയോ ട്യൂമറോ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ഇമേജ് നോക്കാൻ വേണ്ടി നമുക്ക് പറ്റും. ഇതിൽ എത്ര ന്യൂറോ ഇമേജിംഗ് ടെക്നിക് ഉണ്ട്? എക്സ്റേ ഇത്ര നീട്ടി വലിച്ച് എഴുതൊന്നും വേണ്ട കേട്ടോ. 5 മാർക്കിനാകുമ്പോൾ എക്സ്റേയുടെ ഒരു 3 പോയിന്റ്സ്, കമ്പ്യൂട്ടറൈസ്ഡ് ടോമോഗ്രാഫി CT സ്കാനിലെ ഒരു 2 പോയിന്റ്സ്, മാഗ്നറ്റിക് റിസോണൻസ് ഇമേജിംഗിൽ ഒരു 3 പോയിന്റ്സ് അല്ലെങ്കിൽ 2 പോയിന്റ്സ്, പോസിട്രോൺ എമിഷൻ ടോമോഗ്രാഫിയിൽ 2-3 പോയിന്റ്സ്, ഫങ്ഷണൽ MRI, ഡിഫ്യൂഷൻ ടെൻഡർ ഇമേജിംഗ്, ട്രാൻസ്ക്രൈനിയൽ മാഗ്നറ്റിക് സ്റ്റിമുലേഷൻ വരുന്നുണ്ട്. ഇത്രയും എഴുതി വെച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് 5 മാർക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത്. ആദ്യം ബയോ സൈക്കോളജി എന്താണെന്ന് ഒരു പോയിന്റ് എഴുതി വെക്കുക. അതിനുശേഷം ഇത് എന്തിന്റെ അണ്ടറിൽ വരുന്നതാണ് ശരിക്കും ഈ ഒരു ന്യൂറോ ഇമേജിങ്? അത് നമ്മുടെ മെത്തേഡ്സ് ടു സ്റ്റഡി ബയോസൈക്കോളജിയാണ്. അത് എത്ര മെത്തേഡ്സ് ഉണ്ടെന്ന് എഴുതി വെച്ചിട്ട് ഒരു 3-4 പേര് എക്സെട്ര എന്ന് എഴുതി വെച്ചാൽ പോലും പ്രശ്നമില്ല. അതിനുശേഷം നേരെ എന്തിലേക്ക് കടക്കാം? നമ്മളെ ചോദിച്ച ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ന്യൂറോ ഇമേജിംഗ്, അത് ഇൻട്രൊഡക്ഷൻ എഴുതി വെക്കാം. എക്സ്റേ എന്താണ് ചെയ്യുന്നത്? Initially, this technique was used widely to explore the reason behind any neurological defect. Controversial X-ray did not help much in observing the neural activity of patients suffering from stroke or neurological disorder. X-ray പണ്ടൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട്, അതായത് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള പിക്ചർ ഒന്നും എക്സ്റേയിലും കൂടെ കിട്ടില്ല. It only provide information about the structure that absorbed the X-ray. X-ray ഒബ്സർവ് ചെയ്ത സ്ട്രക്ചർ മാത്രം കാണിച്ചാലും അതിലൂടെ പൊട്ടോ മുറിയോ ഉണ്ടോ എന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ന്യൂറോ ഇമേജിംഗ് ബേസിക് ആയിട്ട് പണ്ട് മുതലേ ഉള്ള ഒരു ടെക്നിക്കാണ് എക്സ്റേ ടെക്നിക് എന്ന് പറയുന്നത്. ഇപ്പൊ ഉപയോഗിക്കുന്ന വൈദ്യുതി ഉപയോഗിക്കുന്ന CT സ്കാൻ ആണ്. ദിസ് ആൻ എക്സ്റേ ടെക്നിക് യൂസ് അലോങ് വിത്ത് ദ കമ്പ്യൂട്ടർ ദാറ്റ് ഹെൽപ്പ് ഇൻ വ്യൂ സ്ട്രക്ചർ ഓഫ് ദി ബോഡി ആൻഡ് ബ്രെയിൻ. കണ്ടോ, ബോഡിയുടെയും ബ്രെയിനിന്റെയും എക്സ്റേ പോലെ തന്നെ ഉപയോഗിക്കുന്നതാണ്. ദർ ഇസ് എ ഹ്യൂജ് സിലിണ്ടറിക്കൽ റിംഗ് ഇൻ വിച്ച് പേഴ്സൺ ലൈസ് ഡൗൺ. ഒരു റിംഗിൽ കിടക്കും, അതോടെ എക്സ്റേ പാസ് ചെയ്യും. സൈഡ് ആൻഡ് എക്സ്റേ ഡിറ്റക്ടർ ഇസ് പ്ലേസ്ഡ് ഓൺ അതർ സൈഡ് ഓഫ് ദി പേഷ്യന്റ്സ് ഹെഡ്. സ്ലോലി ദ എക്സ്റേ ആൻഡ് ദ ഡിറ്റക്ടർ ആർ റൊട്ടേറ്റഡ് ആൻഡ് ദ ഫോട്ടോഗ്രാഫ്സ് ആർ ടേക്കൺ. റൊട്ടേറ്റ് ചെയ്തിട്ട് ഫോട്ടോഗ്രാഫ്സ് എടുത്തു. CT സ്കാനിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എല്ലാ ആംഗിളിൽ നിന്ന് 3D പിക്ചർ ആണ് കിട്ടുന്നത്. CT സ്കാൻ അതിന് വേറൊരു ടെക്നിക്കാണ്. ഇനി മാഗ്നറ്റിക് റിസോണൻസ് ഇമേജിംഗ് MRI കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട്. This technique is used when detailed picture of patient's brain is to be investigated. അതായത് ഡീറ്റെയിൽ പിക്ചർ കിട്ടണം എന്നുള്ളിടത്താണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക? MRI യൂസ് ചെയ്യുക. This technique uses a strong magnetic field to gather images of the brain in front and horizontal plane. കേട്ടോ, ഇവിടെ സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ് ഉപയോഗിച്ചിട്ടാണ് ഫ്രണ്ടൽ ഹൊറിസോണ്ടൽ പ്ലെയിൻസ് ഒക്കെയുള്ള ഡീറ്റെയിൽഡ് പിക്ചർ നമുക്ക് ഉപയോഗിക്കുന്നത്. Unlike CT scan, it provides more detailed and clear picture of the brain. കേട്ടോ, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലിയർ പിക്ചർ കിട്ടും. In the positron emission topography, PET scan help to detect the changes in the metabolic activity taking place in the brain. മാറി മെറ്റബോളിക് ആക്ടിവിറ്റി കാണണമെങ്കിൽ PET എടുക്കാം. It does not provide any structural information ഒന്നും തരൂല about the brain. Rather, it provides images of brain activity, that is functional brain images ആണ്. കേട്ടോ, ബ്രെയിനിന്റെ ഫങ്ഷൻസിനെ പറ്റി ഡീറ്റെയിൽസ് തരുന്നതാണ് PET അല്ലെങ്കിൽ positron emission topography. ഇനി ഫങ്ഷണൽ MRI ഉണ്ട്. ലെസ് എക്സ്പെൻസീവ് ആൻഡ് ലെസ് റിസ്കി ടെക്നിക് ദാറ്റ് PET. PET അത്ര എക്സ്പെൻസീവ് അല്ലാത്ത നമ്മളിവിടെ FMRI ആണ് യൂസ് ചെയ്യുക. FMRI primarily measures changes in blood flow. Hemodynamic response ആണ് നോക്കുന്നത്. Currently, it is most popular method to be used in cognitive neuroscience. In diffusion tensor imaging and DTI, it is a method that identifies those pathways along
which water diffuse പോകുന്ന പാത്ത് കണ്ടെത്തി തരുന്ന ഒരു ഇമേജിംഗ് ടെക്നിക്കാണ്. വാട്ടർ ഡിഫ്യൂസിങ് ട്രാക്സ്, ബണ്ടിൽസ് ഓഫ് ആക്സോൺ എവിടെയെങ്കിലും വാട്ടർ ഡിഫ്യൂസ് ഉണ്ടെങ്കിൽ അതിന്റെ ഒരു പാത്വേ, വാട്ടർ ഡിഫ്യൂസിന്റെ ഒരു പാത്വേ കാണിച്ചു തരുന്ന ഒരു മെത്തേഡാണ് ഡിഫ്യൂഷൻ ടെൻസർ ഇമേജിംഗ് എന്ന് പറയുന്നത്. ഇനി ട്രാൻസ്ക്രേനിയൽ മാഗ്നറ്റിക് സ്റ്റിമുലേഷൻ ആണ് അടുത്തത്. ഇറ്റ് ഇസ് എ ടെക്നിക് ദാറ്റ് റൺസ് ഓഫ് എ പാർട്ട് ഓഫ് കോർട്ടെക്സ് ബൈ ക്രിയേറ്റിംഗ് എ മാഗ്നറ്റിക് ഫീൽഡ്. ഇറ്റ് ടെമ്പററിലി ഇനാക്ടിവ്സ് ദ ന്യൂറോൺസ് ബിലോ ദ മാഗ്നറ്റ്. മാഗ്നറ്റിന് തൊട്ട് താഴെ പിന്നെ ന്യൂറോൺസിന് എന്താക്കും? ഇനാക്റ്റീവ് ആക്കും. ആക്റ്റീവ് അല്ല, ഇനാക്റ്റീവ് ആക്കും. എന്നിട്ട് പഠിക്കുകയാണ്. റിസർച്ചേഴ്സ് യൂസ് TMS ആസ് എ മാപ്പിംഗ് ടെക്നിക് ആയിട്ടാണ് ഉപയോഗിക്കാറ് ഉള്ളത്. അപ്പോ 5 മാർക്കിൽ വരുന്ന സമയത്ത് ബയോസൈക്കോളജിയുടെ പോയിന്റ് അതൊരു ബ്രെയിൻ ഇമേജിംഗ് ടെക്നിക്കാണ്. ഇപ്പൊ ബ്രെയിൻ ഇമേജിംഗ് ടെക്നിക്കിന്റെ പേരുകളൊക്കെ എഴുതാൻ ബുദ്ധിമുട്ട്. ഇറ്റ്സ് വൺ ഓഫ് ദി ബ്രെയിൻ ഇമേജിംഗ് മെത്തേഡ്സ് സ്റ്റഡി ഇൻ ബയോസൈക്കോളജി എന്ന് പറഞ്ഞിട്ട് എല്ലാത്തിന്റെയും പേരുകളും 1-2 പോയിന്റ്സ് എങ്കിലും എഴുതി വെച്ചാൽ മാത്രമേ നിങ്ങൾക്ക് 5 മാർക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ ആണോ? ഓക്കെ ആണോ? പറയണേ. ഇന്ന് നമ്മളിപ്പോ നോക്കുന്നത് മെയിൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നാണ് കേട്ടോ. മേജർ ഡിവിഷൻസ് ഓഫ് ബയോസൈക്കോളജി ചോദിക്കുന്നുണ്ട്. നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് ബയോസൈക്കോളജി ചോദിക്കുന്നുണ്ട്. ഇത് ഞാൻ ഇതിന് മുന്നേ എടുത്തിട്ടുള്ള റിവിഷൻ ക്ലാസ്സിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് നേച്ചറും സ്കോപ്പും പറയുന്നുണ്ട്. കാരണം 10 മാർക്ക് നിങ്ങൾക്ക് ഷുവർ ആണ്. അബ്ലേഷൻ ആൻഡ് ഹിസ്റ്റോളജിക്കൽ മെത്തേഡ് ടു സ്റ്റഡി ദ ബ്രെയിൻ. അതായത് അബ്ലേഷൻ മെത്തേഡും ഹിസ്റ്റോളജിക്കൽ മെത്തേഡും ന്യൂറോ ഇമേജിംഗ് ടെക്നിക്കും ഒക്കെ എന്താണ്? ബ്രെയിന് ബയോസൈക്കോളജിയുടെ മെത്തേഡ്സ് ഓഫ് സ്റ്റഡിയാണ്. ഇത് ഏത് മെത്തേഡ് വന്നാലും ബയോസൈക്കോളജി എന്താണെന്നും ഇത്ര മെത്തേഡ്സ് ഉണ്ടെന്ന് വന്ന് ചോദിച്ച ക്വസ്റ്റ്യൻ എടുത്തെഴുതിയാൽ വളരെ ഡീറ്റെയിൽ നമുക്ക് ആൻസർ. ഇനി എക്സ്പ്ലെയിൻ ന്യൂറോ സൈക്കോളജിക്കൽ അസസ്മെന്റ് ഓഫ് കോഗ്നിറ്റീവ് ഫംഗ്ഷനിങ് ചോദിച്ചിട്ടുണ്ട്. എക്സ്പ്ലെയിൻ ദ നേച്ചർ ആൻഡ് ഡിവിഷൻസ് ഓഫ് ബയോസൈക്കോളജി. നേച്ചറും ഡിവിഷൻസും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഡിസ്കസ് ദ ന്യൂറോ സൈക്കോളജിക്കൽ അസസ്മെന്റ് ഇൻ ബിഹേവിയർ. അഗെയിൻ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്ലെയിൻ ന്യൂറോ ഇമേജിംഗ് മെത്തേഡ് ടു സ്റ്റഡി ബയോസൈക്കോളജി. റിപ്പീറ്റഡ് ആണ് കേട്ടോ. ബയോസൈക്കോളജിയുടെ ന്യൂറോ ഇമേജിംഗ് 2 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. നേച്ചർ, സ്കോപ്പ്, ഡിവിഷനും എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡിസ്ക്രൈബ് ദ മെയിൻ മെത്തേഡ്സ് യൂസ്ഡ് ഇൻ ബയോസൈക്കോളജി. ഈ മെയിൻ മെത്തേഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഈ പറയുന്ന പോലെ അബ്ലേഷൻ, ന്യൂറോ ഇമേജിംഗ്, ഇത് 10 മാർക്കിന് ചോദിക്കുമ്പോൾ എല്ലാം കവർ ചെയ്യാൻ വേണ്ടി നോക്കണം. ഇനി റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ ദി ഫോളോയിങ് ഫ്രം 150 വേർഡ്സിൽ ഇലക്ട്രിക്കൽ സ്റ്റിമുലേഷൻ ടു സ്റ്റഡി ബയോസൈക്കോളജി. അപ്പൊ മെത്തേഡ്സ് ഏത് വരും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ന്യൂറോ ഇമേജിങ്ങും അതുപോലെ അബ്ലേഷൻ ഒക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. എല്ലാം വിശദമായിട്ടൊന്ന് നോക്കാം. ഫസ്റ്റ് ചാപ്റ്റർ ഞാൻ ഫ്രീ ക്ലാസ് ആയിട്ട് എടുത്തതാണ്. താല്പര്യമുള്ളവര് നിങ്ങൾ എന്ത് ചെയ്യുക, യൂട്യൂബിൽ പോയിട്ട് സൈക്വസ്റ്റ BPCC 102 എന്ന് സെർച്ച് ചെയ്താൽ തന്നെ ഫസ്റ്റ് ചാപ്റ്റർ ഓഫ് ഫ്രീ ക്ലാസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അതായത് ഈ ചാപ്റ്ററിന് ഒരു 20 മാർക്കിനെങ്കിലും ക്വസ്റ്റ്യൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. സോ 10 മാർക്ക് ടു 20 മാർക്ക് നിങ്ങൾക്ക് ഷുവർ ആയിട്ട് നോക്കാം. Coming to second chapter, neuron and nerve impulse ആണ്. Define neurotransmitter and explain major neurotransmitter and them functions. കണ്ടോ, എന്താണ് ന്യൂറോ ട്രാൻസ്മിറ്റർ, അതിന്റെ എക്സ്പ്ലെയിൻ ചെയ്യാനും മേജർ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സും അതിന്റെ ഫങ്ഷൻസും ചോദിച്ചിട്ടുണ്ട്. അഗെയിൻ ഇത് ഞാൻ നമ്മുടെ റിവിഷൻ ക്ലാസ്സിൽ എടുത്താണ് കേട്ടോ. പക്ഷെ കമ്മിങ് റിവിഷൻ ക്ലാസ്സിൽ നമ്മൾ സ്റ്റുഡൻസിന് വെക്കുന്ന സമയത്ത് ഞാൻ അതൊക്കെ ഒന്ന് ഓടിച്ചിട്ട് പറയാം കേട്ടോ. എക്സ്പ്ലെയിൻ ദ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ ഓഫ് ന്യൂറോൺ വിത്ത് ഹെൽപ്പ് ഓഫ് എ സ്യൂട്ടബിൾ ഇല്ലുസ്ട്രേഷൻ. എന്ന പിക്ചർ വരയ്ക്കാനാണ്. വളരെ സിമ്പിൾ ആണ്. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. നമ്മളിങ്ങനെ ചുമ്മാ വരയ്ക്കാണ്. ഇങ്ങനെയാണ് ഒരു ന്യൂറോൺ. എനിക്ക് ന്യൂക്ലിയസ് ഉണ്ടാവും. ഞാൻ വേണമെങ്കിൽ റഫായിട്ട് വൃത്തിക്ക് വരച്ചിട്ട് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഇട്ടുതരാം കേട്ടോ. അപ്പൊ ഫങ്ഷൻസ്, സ്ട്രക്ചറും പിക്ചറും കൂടി ചോദിക്കുമ്പോൾ 10 മാർക്ക്. ഈ 3 മാർക്ക് പിക്ചറിനുള്ളതാട്ടോ. ഇനി എക്സ്പ്ലെയിൻ ദ സ്ട്രക്ചർ ഓഫ് എ സിനാപ്സ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഡയഗ്രാം. ഡിസ്ക്രൈബ് ദ വേരിയസ് സ്റ്റെപ്സ് ഓഫ് സിനാപ്റ്റിക് ട്രാൻസ്മിഷൻ. ഇതിന്റെ ഡയഗ്രാം ഞാൻ എന്റെ ആൻസർ ഷീറ്റ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തുതരാം. അതിൽ ഇതാണ് ഞാൻ വരച്ച ചിത്രം. ഇതുപോലെ വരച്ചാലും മതി, കുറച്ചുകൂടി ആർട്ടിസ്റ്റിക് ആയിട്ട് ചെയ്യാം. വലിയ ആർട്ടിസ്റ്റ് ഒന്നും അതിലാണ്. അതിൽ സിനാപ്സിന്റെ പിക്ചർ ഞാൻ വരച്ചിട്ടുണ്ട് ഈ രീതിക്ക് കേട്ടോ. ഇനി വാട്ട് ഇസ് ന്യൂറോൺ, ഡിസ്കസ് ദ പ്രോസസ് ഓഫ് ന്യൂറൽ കണ്ടക്ഷൻ. ഈ ന്യൂറൽ കണ്ടക്ഷൻ ഞാന് PPT റെഡിയാക്കി വെച്ചിട്ടുണ്ട്. PPT വെച്ചിട്ട് തന്നെ പഠിപ്പിച്ചു തരാം കേട്ടോ അടുത്ത സെഷനിൽ.
ഇനി എക്സ്പ്ലെയിൻ ദ ന്യൂറോപ്ലാസ്റ്റിസിറ്റി ഓഫ് ബ്രെയിൻ ചോദിച്ചിട്ടുണ്ട്. ഇലിസ്ട്രേറ്റ് ദ സ്ട്രക്ചർ ഓഫ് ന്യൂറോൺ ആൻഡ് എക്സ്പ്ലെയിൻ ദിസ് ഫംഗ്ഷൻ. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ന്യൂറോണിന്റെ ഫംഗ്ഷന് സ്ട്രക്ചർ വരയ്ക്കാനും ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും വരാറുണ്ട്. ഇനി ന്യൂറൽ കണ്ടക്ഷൻ, സിനാപ്റ്റിക് ട്രാൻസ്മിഷനും ഷോർട്ട് നോട്ട് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ന്യൂറൽ കണ്ടക്ഷനും ന്യൂറൽ പ്ലാസ്റ്റിസിറ്റിയും ഷോർട്ട് നോട്ട് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇല്ലുസ്ട്രേറ്റ് ദി സ്ട്രക്ചർ ഓഫ് ദി സിനാപ്സ് ആൻഡ് എക്സ്പ്ലെയിൻ സ്റ്റെപ്സ് ഓഫ് സിനാപ്റ്റിക് ട്രാൻസ്മിഷൻ. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ന്യൂറോപ്ലാസ്റ്റിക് റെസ്പോൺസ്, ന്യൂറോപ്ലാസ്റ്റിസിറ്റി. ന്യൂറോപ്ലാസ്റ്റിസിറ്റി കേട്ടോ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. ന്യൂറോൺ പ്ലാസ്റ്റിസിറ്റി, അതുപോലെ തന്നെ സ്ട്രക്ചർ, ഫംഗ്ഷൻ ഓഫ് ന്യൂറോൺ ആണ് പറഞ്ഞു. സിനാപ്സ്, ഈ മൂന്നെണ്ണാണ് ഈ ഒരു ചാപ്റ്ററിൽ റിപ്പീറ്റഡ് ആയിട്ട്. ഇമ്പോർട്ടൻസ് ഓഫ് സിനോപ്സ്, ക്ലാസിഫിക്കേഷൻ ടൈപ്സ് ഓഫ് ന്യൂറോൺസ്, എക്സ്പ്ലെയിൻ ദ സ്റ്റെപ്സ് ഇൻ സിനാപ്റ്റിക് ട്രാൻസ്മിഷൻ, എക്സ്പ്ലെയിൻ ദ ന്യൂറോ ട്രാൻസ്മിറ്റർ ആൻഡ് ദിയർ ഫംഗ്ഷൻ, ഡിസ്കസ് ന്യൂറോപ്ലാസ്റ്റിക് റെസ്പോൺസ്. കണ്ടോ റിപ്പീറ്റഡ് ആയിട്ടാണ് വരുന്നത്. പിന്നെ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് സ്പൈനൽ കോഡ് എന്താണെന്നും. പക്ഷെ അത് ശരിക്കും സെക്കൻഡ് ചാപ്റ്ററിലല്ല, തേർഡ് ചാപ്റ്ററിലേക്കാണ് വരുന്നത് കേട്ടോ. Elucidate the function of lobes of cerebral cortex ചോദിച്ചിട്ടുണ്ട്. അതാണ് ഞാനിപ്പം ഫ്ലോ ചാർട്ട് ആയിട്ട് കാണിച്ചു തന്നതിൽ. പിന്നെ സ്ട്രക്ചർ ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് സിനാപ്സ്. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് സെക്കൻഡ് ചാപ്റ്ററിന് വന്നിട്ടുണ്ട്. ഇനി തേർഡ് ചാപ്റ്ററിലേക്ക് വരുമ്പം തേർഡ് ചാപ്റ്ററിലാണ് സ്പൈനൽ കോഡും ബ്രെയിനും വരുന്നത്. സ്പൈനൽ കോഡും അതിന്റെ ഫംഗ്ഷൻസും ചോദിച്ചിട്ടുണ്ട്. വേരിയസ് ലോബ്സ് ഓഫ് സെറിബ്രൽ കോർട്ടക്സ്, അതാണ് ഞാൻ ഫ്ലോ ചാർട്ട് ഇട്ട് പഠിപ്പിച്ചത്. ഡിസോർഡേഴ്സ് ഓഫ് സെൻട്രൽ നെർവസ് സിസ്റ്റം ചോദിച്ചിട്ടുണ്ട്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് അത് കേട്ടോ. നോക്കിയേ, ഹെൽപ്പ് ഓഫ് എ ഡയഗ്രാം ഡിസ്കസ് ദി സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻ ഓഫ് സ്പൈനൽ കോഡ്. സ്പൈനൽ കോഡിന് ഡയഗ്രാം വരയ്ക്കാനുണ്ട്. ജസ്റ്റ് ഒരു മോഡൽ ഞാൻ വരച്ച് ഗ്രൂപ്പിൽ ഇട്ടേക്കാം കേട്ടോ. ഇനി പാർട്സ് ആൻഡ് ഫംഗ്ഷൻസ് ഓഫ് ഫോർ ബ്രെയിൻ. എത്ര പാർട്സും ഫംഗ്ഷൻ ഇവിടെ നമുക്ക് ഞാൻ നേരത്തെ കാണിച്ചത് ഫ്ലോ ചാർട്ട് ഉപയോഗിക്കാം. എക്സ്പ്ലെയിൻ ടൈപ്സ് ആൻഡ് ഫംഗ്ഷൻ ഓഫ് ലോബ്സ് ഞാൻ ഫ്ലോ ചാർട്ട് കാണിച്ചെന്നാണ്. സ്ട്രക്ചർ ഓഫ് ഫോർ ബ്രെയിൻ റിപ്പീറ്റഡ് ആണ്. ബ്രെയിനിന്റെ ലോബ് ഒരെണ്ണം എടുത്ത് ചോദിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പാർട്ട് എടുത്ത് ഫോർ ബ്രെയിൻ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. മിഡ് ബ്രെയിനും ഹൈ ബ്രെയിനും അങ്ങനെ ചോദിച്ചിട്ടില്ല. സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻ ഓഫ് സ്പൈനൽ കോഡ് ഇമ്പോർട്ടന്റ് ആണ്, റിപ്പീറ്റഡ് ആണ്. ഡിസോർഡേഴ്സ് ഓഫ് സെൻട്രൽ നെർവസ് സിസ്റ്റം ചോദിച്ചിട്ടുണ്ട്. ഇനി കമ്മിങ് ടു ഫോർത്ത് ചാപ്റ്റർ പെരിഫറൽ നെർവസ് സിസ്റ്റംസ് ആണ്. ടൈപ്സ് ആൻഡ് ഫംഗ്ഷൻസ് ഓഫ് ക്രേനിയൽ നെർവ്സ് ചോദിച്ചിട്ടുണ്ട്. എക്സ്പ്ലെയിൻ ദ ഫംഗ്ഷനിങ് ഓഫ് ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം ചോദിച്ചിട്ടുണ്ട്. സൊമാറ്റിക് നെർവസ് സിസ്റ്റം, ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം തമ്മിലുള്ള വ്യത്യാസം ചോദിച്ചിട്ടുണ്ട്. ഫംഗ്ഷൻസ് ഓഫ് ക്രേനിയൽ നെർവ്സ് ആൻഡ് സ്പൈനൽ നെർവ്സ് ചോദിച്ചിട്ടുണ്ട്. ക്രേനിയൽ നെർവ്സ് ബ്രെയിനിന് നേരിട്ട് അറൈവ് ചെയ്യുന്ന നെർവ്സ് ആണ് ക്രേനിയൽ നെർവ്സ്. സ്പൈനൽ കോഡിന് അറൈസ് ചെയ്യുന്ന നെർവ്സ് ആണ് സ്പൈനൽ നെർവ്സ് കേട്ടോ. അത് എണ്ണം ഇട്ടിട്ട് തന്നെ പഠിക്കാറുണ്ട്. സ്പൈനൽ കോഡ് അടുത്തൊരു ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്താണ്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ഒക്കെ നമ്മുടെ സ്റ്റുഡൻസിന് ഞാൻ കറക്റ്റ് പഠിപ്പിച്ചു തരും. ആ ഭാഗം മാത്രം നോക്കുക, പഠിക്കുക, എഴുതാം. എക്സ്പ്ലെയിൻ ദ ഫംഗ്ഷൻസ് ഓഫ് നമ്മുടെ റിവിഷന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ ലാസ്റ്റ് ടൈം 105 എടുത്ത റിവിഷൻ നോക്കുകയാണെങ്കിൽ ഞാൻ തലേ ദിവസവും അതിന്റെ മുന്നത്തെ ദിവസമൊക്കെ പഠിപ്പിച്ച 3 ക്വസ്റ്റ്യൻ അടുപ്പിച്ച് വരികയാണ് ചെയ്തത്. വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് ഞാൻ പഠിപ്പിച്ചു കൊടുത്തത്. അത് അതുപോലെ കുട്ടികൾക്ക് എഴുതി വെക്കാൻ പറ്റിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. സോ ഫോക്കസ് ഓൺ അവർ റിവിഷനിൽ മാത്രം ഇപ്പൊ ഫോക്കസ് ചെയ്യാം കേട്ടോ. എക്സ്പ്ലെയിൻ ദ ഫംഗ്ഷൻ ഓഫ് സിനാപ്റ്റിക് ആൻഡ് സിമ്പതറ്റിക് ആൻഡ് പാരാസിമ്പതറ്റിക് ഡിവിഷൻ. ഇനി PNS, പെരിഫറൽ നെർവസ് സിസ്റ്റം എലുസിഡേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഡിസ്ക്രൈബ് ദ ഫംഗ്ഷണൽ സ്ട്രക്ചർ ഓഫ് ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം. Coming to hemispheric specialization ആണ് 5th chapter. Bring out the difference between left and right hemisphere ആണ്. Explain the effect of split brain in humans. അതായത് ഹ്യൂമൻ ബ്രെയിൻ 2 പാർട്ട് പോലെ, റൈറ്റ് ഹെമിസ്ഫിയറും ലെഫ്റ്റ് ഹെമിസ്ഫിയറും 2 പാർട്ട് പോലെ. പക്ഷെ ഈ റൈറ്റിനെയും ലെഫ്റ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഘടകം, അതായത് ഒരേപോലെ വർക്ക് ചെയ്യാൻ ബന്ധിപ്പിക്കുന്ന ഘടകം ഒരു നെർവ് ഫൈബർ ആണ്, ഒരു ബണ്ടിൽ ഓഫ് നെർവ് ഫൈബർ ആണ്. അതിനെ കോർപ്പസ് കലസം എന്നാണ് പറയുന്നത്. ഈ കോർപ്പസ് കലസം കട്ട് ചെയ്തു പോകുന്ന അല്ലെങ്കിൽ ആ കോർപ്പസ് കലസം ഡാമേജ് ആയി പോകുന്ന ആളുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്പ്ലിറ്റ് ബ്രെയിൻ. അതായത് 2 ബ്രെയിൻ ഉള്ള പോലെ. അതായത് ഇപ്പൊ റൈറ്റ് ഹെമിസ്ഫിയറും ലെഫ്റ്റ് ഹെമിസ്ഫിയറും രണ്ടാണെങ്കിൽ ഇവ തമ്മിൽ ഒരുമിച്ച് കമ്പൈൻ ചെയ്ത് ഈ കോർപ്പസ് കോളസം വർക്ക് ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിൽ ഈ കോർപ്പസ് കോളസം നമുക്ക് നഷ്ടപ്പെട്ടു പോയാൽ രണ്ടായിട്ടാണ് അതെന്ത് ചെയ്യുക, പ്രവർത്തിക്കുക. അതാണ് സ്പ്ലിറ്റ് ബ്രെയിൻ സ്റ്റഡീസ് എന്ന് പറയുന്നത്. അതുപോലെ എക്സ്പ്ലെയിൻ സെറിബ്രൽ ലാറ്ററലൈസേഷൻ ഓഫ് ഫങ്ഷൻസ് ചോദിച്ചിട്ടുണ്ട്. മേയേഴ്സ് ആൻഡ് സ്പെരീസ് എക്സ്പെരിമെന്റ് ഓൺ സ്പ്ലിറ്റ് ബ്രെയിൻ ചോദിച്ചിട്ടുണ്ട്. Discuss the method of studying brain lateralization. Repeated question ആണ്. How does serving corpus callosum impact behavior? Serving corpus callosum എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോർപ്പസ് കോളസം കട്ട് ചെയ്ത് ഒഴിവാക്കി അല്ലെങ്കിൽ ഡാമേജ് ആക്കി കഴിഞ്ഞാൽ എങ്ങനെയായിട്ട് ബിഹേവിയറിനെ അത് ബാധിക്കുക. പിന്നെ ഹെമിസ്ഫിയറിക് ലാറ്ററലൈസേഷൻ വീണ്ടും ചോദിച്ചിട്ടുണ്ട്. ഡിസ്കസ് ദ മെത്തേഡ്സ് ഓഫ് സ്റ്റഡിങ് ദ ബ്രെയിൻ ലാറ്ററലൈസേഷൻ.
Describe cerebral administration and functions with example. Explain split brain in humans. Split brain ഒരു important topic ആണ്. അവിടെ Mayers and Sperry's experiment repeated question ആയിട്ടാണ്. Coming to last chapter, hormones of endocrine system ആണ്. Functions of thyroid. ഒരുപാട് ഗ്ലാൻഡുകൾ ഉണ്ട്. തൈറോയിഡ്, അതുപോലെ തന്നെ പിറ്റ്യൂട്ടറി, എല്ലാം പിറ്റ്യൂട്ടറി ആണ് മെയിൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. വാട്ട് ഇസ് ഹോർമോൺ? ഡിസ്കസ് ദ ഫംഗ്ഷൻ ഓഫ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. Discuss the structure function of thyroid and parathyroid. Discuss the structure and function of pituitary. Discuss the structure of adrenal gland. Describe the structure, function, and role of pituitary. Pituitary ആണ് മെയിൻ ആയിട്ട് വന്നിട്ടുള്ളത്. Explain hormones and their functions. Parathyroid, thyroid and parathyroid structure, function, role ചോദിച്ചിട്ടുണ്ട്. Describe the function and role of endocrine gland. മൊത്തത്തിലുള്ള ഗ്ലാൻഡ്സിനാണ് എൻഡോക്രൈൻ എന്ന് പറയാ. ഒരുപാട് എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ഉണ്ട്. അതിൽ എടുത്ത് ചോദിച്ചിട്ടുള്ളത് ഒന്ന് പിറ്റ്യൂട്ടറി, ഒന്ന് തൈറോയിഡ്, പാരാതൈറോയിഡ്, മൂന്നാമത്തത് അഡ്രിനൽ ഗ്ലാൻഡ് ആണ്. അപ്പൊ ഈ ഒരു 3 ഗ്ലാൻഡിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഓക്കെ ആണോ? ഓക്കെ ആണോ? ഒന്ന് പറഞ്ഞേ ഓക്കെ ആണോ എന്ന്. ഏതൊക്കെയാണ് മെയിൻ ക്വസ്റ്റ്യൻസ് എന്നുള്ളൊരു ഐഡിയ കിട്ടിയോ? ആരും മിണ്ടാത്ത എന്താ? ഓക്കെ ആണോ? Is that okay? Am I audible? Vinita, Reshma, Fahima, am I audible? Okay. അപ്പൊ ഇന്ന് ഞാൻ തരുന്ന ഒരു ടാസ്ക് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ആണ്. ആ ഫസ്റ്റ് ചാപ്റ്റർ ആണ് ഇന്ന് നിങ്ങൾക്ക്. കാരണം ബയോസൈക്കോളജി എഴുതി തന്നെ പഠിക്കണം. ഞാൻ സ്ട്രോങ്ലി റെക്കമെൻഡ് ചെയ്യാണ്, എഴുതി തന്നെ പഠിക്കണം. സോ ഇതിനൊരു ആൻസർ ഷീറ്റിലേക്ക് എഴുതുന്ന പോലെ നിങ്ങൾ എന്ത് ചെയ്യാം, ഈ ക്വസ്റ്റ്യൻ ആൻസറിനെ നോട്ടിൽ നോക്കി പകർത്തി എഴുതാം. ഒരുപാട് പോയിന്റ്സ് വേണ്ട. 5 മാർക്കിനാണെങ്കിൽ 2 സൈഡും 10 മാർക്കിനാണെങ്കിൽ 4 to 5 സൈഡും ആണ് എഴുതേണ്ടത്. സോ ആ രീതിക്ക് നേച്ചർ ആൻഡ് സ്കോപ്പും അതുപോലെ തന്നെ ന്യൂറോ ഇമേജിംഗ് ടെക്നിക്സോ അല്ലെങ്കിൽ ഏതെങ്കിലും ടെക്നിക്കോ നിങ്ങളൊന്ന് എഴുതി പഠിക്കാൻ വേണ്ടി നോക്കാം. നാളത്തെ റിവിഷനിലായിരിക്കും നമ്മൾ ന്യൂറോൺസ് ആൻഡ് നെർവ് ഇമ്പൾസിലേക്ക് പോകുന്നത്. ഞാൻ സ്ട്രോങ് ആയിട്ട് നിങ്ങളോട് പറയുന്നുണ്ട്, പ്രീവിയസ് നമ്മുടെ റിവിഷൻസ് ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അതിൽ ഒരുപാട് ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൽ ഡിസ്കസ് ചെയ്യാത്ത കാര്യങ്ങളായിരിക്കും നമ്മൾ നാളെ തൊട്ടുള്ള ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുക. അപ്പൊ എന്തായി, രണ്ടും നിങ്ങൾക്ക് കിട്ടും. അപ്പൊ വളരെ വൃത്തിയായിട്ട് നിങ്ങൾക്ക് എക്സാം എഴുതാൻ സാധിക്കും. ഇന്ന് നമ്മൾ മെയിൻ ആയിട്ട് പറഞ്ഞത് എങ്ങനെയാണ് ഒരു ആൻസർ എഴുതേണ്ടത്, ഏതൊക്കെ പോയിന്റ്സ് ഉൾക്കൊള്ളിക്കുന്നത്. നിർബന്ധമായിട്ടും ഒരു മെയിൻ ഇൻട്രഡക്ഷനും ഒരു സബ് ഇൻട്രഡക്ഷനും. ഇപ്പൊ ന്യൂറോ ഇമേജിംഗ് ടെക്നിക്ക് കൊടുക്കുകയാണെങ്കിൽ മെയിൻ ഇൻട്രഡക്ഷൻ ബയോസൈക്കോളജിനാണ്. സബ് ഇൻട്രഡക്ഷൻ എന്താണ്, മെത്തേഡ്സിലാണ് വരുന്നത്. മെത്തേഡ്സിലാണ് എന്ത് ന്യൂറോ ഇമേജിംഗ് ടെക്നിക്ക് കിടക്കുന്നത്. അപ്പൊ 5 മാർക്കിന് 2 സൈഡ് നിർബന്ധമായിട്ട് എഴുതണമെങ്കിൽ 10 മാർക്കിന് 4 to 5 സൈഡ് ഓഫ് ആൻസർ ഷീറ്റ് നിങ്ങൾ എഴുതണം. പിക്ചർ വരയ്ക്കാൻ പറഞ്ഞതിന് പിക്ചർ വരച്ചേ മതിയാവും. സ്പൈനൽ കോഡ് എങ്ങനെ വരയ്ക്കണം എന്നുള്ള പിക്ചർ ഞാൻ അപ്ലോഡ് ചെയ്തിടാം. അതുപോലെ തന്നെ ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട് ഈ ഒരു ഫ്ലോ ചാർട്ട്, ലോബ്സിന്റെ ഫ്ലോ ചാർട്ട്. അത് നന്നായിട്ട് ഫോക്കസ് ചെയ്യാം. ഓക്കെ ആണല്ലോ? ഓക്കെ ആണല്ലോ? അപ്പൊ നാളെ രാവിലെയാണ് എഗെയിൻ അടുത്ത റിവിഷൻ ക്ലാസ് വരുന്നത്. നാളെ നമ്മൾ സെക്കൻഡ് ചാപ്റ്റർ മുതലുള്ള മെയിൻ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പൊ ഹോപ്പ് ദ ക്ലാസ് വാസ് പ്രൊഡക്റ്റീവ് ആൻഡ് ഇൻഫോർമേറ്റീവ്. അടുത്തൊരു സെഷനുമായി നമ്മൾ കാണുന്നവർ ഇറ്റ്സ് മീ ഓഫ് അബ്ദുൽ നാഫി സൈനിങ് ഓഫ്. ബൈ ആൻഡ് ടേക്ക് കെയർ.